ഓക്കെ. അതുപോലെ മെയിൻ ഒരു പ്രശ്നമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇത് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ ആയുർവേദത്തിൽ മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും അത് ഒന്ന് ട്രീറ്റ് ചെയ്യുക? നമ്മൾ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ താരൻ എന്ന് പറയുമ്പം നമ്മൾ ഒരിക്കലും ബാഹ്യമായിട്ട്, അതായത് പുറമേ ഉള്ളൊരു ഫാക്ടർ മാത്രം അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് മാത്രം കരുതിയല്ല നമ്മൾ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിലുള്ള പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കെമിക്കൽസ് യൂസ് ചെയ്യുക, അതായത് നമ്മുടെ ഹെയർ ഫോൾ തന്നെ കൂടുതലായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് കണ്ടുവരുന്ന, നല്ല രീതിയിൽ കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് അത്. പിന്നെ ഉറക്കക്കുറവ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ടുള്ള സ്ട്രെസ്, സ്ട്രെയിൻ, ആൻസൈറ്റി പോലത്തെ കാര്യങ്ങൾ, ഇതിനെല്ലാം കണ്ടെത്തിയിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പുറമേ ഒരു ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ പാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഹെയർ ഫോളിനൊരു റിസൾട്ട് വരത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മുടെ ദോഷം പ്രകൃതിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. വാദം ദോഷമാണെങ്കിൽ ഹെയർ കൂടുതലായിട്ട് ഡ്രൈ ആവും. പിത്തദോഷമാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതി ഒരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ അകാല നര, അതായത് കൂടുതൽ വൈറ്റനിങ് സംഭവിക്കുക. കഫദോഷമാണെങ്കിലും സ്കാൽപ്പിൽ നല്ല രീതി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് താരൻ പോലുള്ള കാര്യങ്ങൾ പെട്ടെന്നുണ്ടാവും. അപ്പം ഇതിനെയൊക്കെ കണ്ടെത്തിയിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് വരിക. അതുകൊണ്ട് നമ്മൾ ആയുർവേദ കോസ്മെറ്റോളജിയിൽ അല്ലെങ്കിൽ ട്രൈക്കോളജിയിലാണെങ്കിലും ഹെയർ ആണെങ്കിലും ഫേസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് പുറമേ ഉള്ളൊരു ചികിത്സയ്ക്ക് ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. ഉള്ളിലേക്ക് മരുന്ന് കഴിച്ചാൽ മാത്രമേ അതിന് കൂടുതൽ റിസൾട്ട് കിട്ടുകയുള്ളൂ.